നമ്മൾ 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ അതിൽ എത്ര പെട്രോൾ ഉണ്ടാകും? എന്ത് ചോദ്യമാണ് എന്ന് അന്തം വിടണ്ട. രാജ്യത്ത് ലഭിക്കുന്ന പെട്രോളിനൊപ്പം 20% എത്തനോൾ കൂടി ചേർക്കാൻ തീരുമാനിച്ചത് പ്രേക്ഷകർ അറിഞ്ഞു കാണുമല്ലോ. നിലവിൽ തന്നെ 1 ലിറ്റർ പെട്രോളിൽ 10 മില്ലി എത്തനോളാണ്. ഈ തീരുമാനം വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. മലിനീകരണം കുറവ്, സാമ്പത്തിക ലാഭം തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രത്തിന്റെ നീക്കം. എന്നാൽ രാജ്യത്തെ ബഹുഭൂരിഭാഗം വാഹനങ്ങളും E20 പെട്രോൾ ഉപയോഗിക്കാൻ യോഗ്യമല്ല എന്നതാണ് പരാതികൾക്ക് പിന്നിൽ. എന്താണ് ഇതിന്റെ വസ്തുത? എത്തനോൾ കലർന്ന പെട്രോൾ എന്ന തീരുമാനത്തിന് പിന്നിൽ ആരെല്ലാമാണ്? എന്താണ് E20 പെട്രോളിന്റെ നേട്ടവും നഷ്ടവും? RDX വിശദമായി പരിശോധിക്കുന്നു. ആദ്യം RDX. ഇന്ത്യക്ക് ആവശ്യമായ എണ്ണയുടെ ഇറക്കുമതിയും അതിലൂടെ ചിലവിടുന്ന വിദേശ നാണ്യ മൂല്യവും കുറയ്ക്കുന്നതിനു വേണ്ടിയാണ് എഥനോൾ ബ്ലെൻഡിംഗ് എന്നാണ് കേന്ദ്രത്തിന്റെ വാദം. പരിസ്ഥിതി സംരക്ഷണം, കാർഷിക മേഖലയുടെ ഉന്നമനം എന്നിവയും ലക്ഷ്യമിടുന്നതായി കേന്ദ്രം പറയുന്നു. 2025, അതായത് ഈ വർഷത്തോടെ രാജ്യത്ത് പൂർണ്ണമായും 20% എഥനോൾ പെട്രോളിൽ കലർത്താൻ ലക്ഷ്യമിടുന്നതായാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പറയുന്നത്. 2022 10% എഥനോൾ ബ്ലെൻഡിംഗ് എന്ന ലക്ഷ്യം ഇന്ത്യ കൈവരിച്ചിരുന്നു. 2023 ഏപ്രിൽ 1 മുതൽ വിപണിയിലെത്തുന്ന പുതിയ വാഹനങ്ങൾ E20 പെട്രോളിന് അനുയോജ്യമായ രീതിയിൽ നിർമ്മിക്കാൻ വാഹന നിർമ്മാണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ രാജ്യത്തെ നിരത്തുകളിലോടുന്ന 2023 മുൻപുള്ള വാഹനങ്ങൾ പ്രശ്നങ്ങൾ മറികടക്കാൻ എന്ത് ചെയ്യണമെന്നതിൽ വ്യക്തതയില്ല. പഴയ വാഹനങ്ങൾക്ക് പ്രശ്നം വരില്ലെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നെങ്കിലും എഥനോൾ വാഹനത്തിന്റെ പ്ലാസ്റ്റിക്, റബ്ബർ, അലൂമിനിയം ഭാഗങ്ങളെ ബാധിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മൈലേജ് കുറവ് ഉൾപ്പെടെ പല പരാതികൾ ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട്. എഥനോൾ ചേർക്കുന്നതിലൂടെ കൈവരുന്ന ലാഭം പെട്രോളിന് വില കുറച്ച് ഉപഭോക്താക്കൾക്ക് കൈമാറുന്നില്ലെന്നും പരാതിയുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. ഈഥൈൽ ആൽക്കഹോൾ എന്നറിയപ്പെടുന്ന ജൈവ സംയുക്തമാണ് എത്തനോൾ. കരിമ്പ്, ധാന്യങ്ങൾ എന്നിങ്ങനെ അന്നജം ധാരാളം അടങ്ങിയ വസ്തുക്കളിൽ നിന്ന് ഇത് നിർമ്മിക്കാം. തന്മാത്രയിൽ ഓക്സിജൻ ഉള്ളതിനാൽ പൂർണ്ണമായി ജ്വലനം സാധിക്കുന്ന ഇന്ധനമാണ്. സൗരോർജ്ജം സ്വീകരിച്ചു വളരുന്ന ജൈവ വസ്തുക്കളിൽ നിന്ന് നിർമ്മിക്കുന്നതിനാൽ പുനർജീവന ഇന്ധന ഗണത്തിൽ ഇതിനെ പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഗുണം എന്താണെന്ന് നോക്കാം. ജ്വലനശേഷം പുറന്തള്ളുന്ന വാതകങ്ങളിൽ നിന്നുള്ള മലിനീകരണം എത്തനോളിൽ കുറവാണ്. ഖനനം ചെയ്തെടുക്കുന്ന ഇന്ധനത്തേക്കാൾ എത്തനോളിന് ഗണ്യമായ വിലക്കുറവുമുണ്ട്. പക്ഷേ ഇതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. രാജ്യത്തെ നിരത്തുകളിൽ നിലവിൽ 2023 മുൻപിറങ്ങിയ പെട്രോൾ വാഹനങ്ങളൊന്നും E20 യോഗ്യമല്ല. 5% വരെ എത്തനോൾ ചേർന്നാൽ 2023 മുൻപുള്ള എഞ്ചിനുകൾക്ക് കാര്യമായ കുഴപ്പമില്ല. എത്തനോളിൻ്റെ കൂടിയ അളവ് വാഹനത്തിൻ്റെ പ്ലാസ്റ്റിക്, റബ്ബർ, അലുമിനിയം ഘടകങ്ങളെ ദ്രവിപ്പിച്ചേക്കും. വാഹനത്തിൻ്റെ ഇന്ധന പമ്പുകൾ, ഇഞ്ചക്ടറുകൾ, ഹോസുകൾ എന്നിവയുടെ ആയുസ്സിനെ ഇത് പ്രതികൂലമായി ബാധിക്കും. പക്ഷേ ഇതുകൊണ്ടുള്ള ലാഭം എന്താണെന്ന് നോക്കാം. ഇന്ത്യ പെട്രോളിയം ആവശ്യകതയുടെ വലിയൊരു ഭാഗം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. ഇതിലൂടെ രാജ്യത്തിൻ്റെ വലിയ ശതമാനം വിദേശ നാണ്യ ശേഖരം ഇതിനായി മാറ്റിവെക്കുന്നു. എത്തനോൾ ചേർക്കുമ്പോൾ ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കാനാകും. കരിമ്പ്, ചോളം കർഷകർക്ക് പ്രോത്സാഹനവും വിലവർധനയും ഉണ്ടാകും എന്നാണ് കേന്ദ്ര സർക്കാർ ഇതേക്കുറിച്ച് പറയുന്നത്. എഥനോളിന് ജ്വലനക്ഷമത പെട്രോളിനേക്കാൾ കൂടുതലാണെങ്കിലും ഊർജ്ജ ലഭ്യത കുറവാണ്. ഇത് വാഹനത്തിൻ്റെ ഇന്ധനക്ഷമതയെ കാര്യമായി തന്നെ ബാധിക്കും. വില കുറഞ്ഞ എഥനോൾ പെട്രോളിൽ ചേർക്കുമ്പോൾ ഈടാക്കുന്നത് പെട്രോളിൻ്റെ വില തന്നെയാണ്. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. എഥനോൾ ചേർക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ലാഭം വാഹന ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. ഇതിൻ്റെ നീക്കം ദുരൂഹമാണ് എന്നുള്ള ആരോപണങ്ങൾ സമാന്തരമായി ഉയർന്നിട്ടുണ്ട്. കൃത്യമായ തെളിവുകളോടെയൊന്നുമല്ല. പക്ഷേ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ മക്കൾക്ക് എഥനോൾ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട കമ്പനികളുണ്ട്. സിയാൻ അഗ്രി ഇൻഡസ്ട്രീസ്, മാനസ് അഗ്രോ ഇൻഡസ്ട്രീസ് എന്നീ കമ്പനികളുടെ തലപ്പത്ത് ഗഡ്കരിയുടെ മക്കളാണ്. നിഖിൽ ഗഡ്കരിയും സാരംഗ് ഗഡ്കരിയുമാണ് കമ്പനികളുടെ തലപ്പത്തുള്ളത്. ഈ കമ്പനികൾക്ക് പെട്രോൾ എഥനോൾ ബ്ലെൻഡിംഗ് നയം മൂലം നേട്ടമുണ്ടാകുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ സമാന്തരമായി ഉയർന്നിട്ടുമുണ്ട്. സനീഷ്, ഇപ്പോൾ ഈ എഥനോൾ ഇതിന് ചേർക്കുമ്പോൾ സ്വാഭാവികമായും ആദ്യഘട്ടത്തിലുണ്ടായ ഒരു വലിയ ചർച്ച എന്ന് പറയുന്നത് ഇതാണ്ട. ഇപ്പോൾ ഈ എഥനോൾ ചേർക്കുന്നതിലൂടെ ഇവിടെ ധാരാളം കരിമ്പും അരിയടക്കം പലതും ലഭ്യമാണല്ലോ ആ നിലയ്ക്ക് ജൈവ ഉൽപ്പന്നങ്ങൾ. അപ്പോൾ എഥനോൾ ചേർക്കുന്നതിലൂടെ പെട്രോളിൻ്റെ വില ഗണ്യമായി കുറയുന്നതാണ്. പക്ഷേ പെട്രോളിൻ്റെ വില ഇവിടെ കുറയുന്നില്ല. മലിനീകരണം നിയന്ത്രിക്കാൻ പറ്റും എന്ന് പറയുന്ന കാര്യത്തെ നമുക്ക് എടുക്കാം. പക്ഷെ മറ്റൊരു തരത്തിലും ഇത് പ്രയോജനം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, 2023 എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത കാലമാണ്. അതിനു മുമ്പുള്ള വാഹനങ്ങൾക്ക് പക്ഷേ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും പറയുന്നു. എന്താണ് തോന്നുന്നത് ഇതിൽ അവസാനം പറഞ്ഞ വാഹനങ്ങളെ ബാധിക്കും എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവായിട്ട് എനിക്കും വായിച്ചപ്പോൾ മനസ്സിലായത്. പിന്നീട് വന്നത് ഈ നിതിൻ ഗഡ്കരിയുടെ മക്കൾക്ക് ഉള്ള ബന്ധത്തെക്കുറിച്ച്. ഏതോ നിലക്ക് അവരത് ഇങ്ങനൊരു പോളിസി ചേഞ്ച് വരികയാണെന്ന് അറിഞ്ഞിട്ട് അവർ അത്തരം കമ്പനികൾ നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന മറ്റുള്ള വിമർശം ഈ പറയുന്ന ഒഫീഷ്യൽ ഭാഗത്തു നിന്നൊന്നുമല്ല, പക്ഷേ അത്തരം ഒരു വിമർശം എല്ലായിടത്തും സജീവമായിട്ടുണ്ട്. ഇതിനകത്ത് എഥനോൾ ഉപയോഗിക്കുന്നുണ്ട് ലോകരാജ്യങ്ങളല്ല. അപ്പോൾ ബ്രസീൽ ലോകത്തിലെ ഏറ്റവും വലിയ എഥനോൾ ഉൽപ്പാദകനും ഇത് 1970 തൊട്ട് തന്നെ അവർ വാഹനങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. 20% മുതൽ 27% വരെ എഥനോൾ കലർന്ന പെട്രോൾ അവിടെ സാധാരണമാണ്.
അമേരിക്ക മിക്ക സംസ്ഥാനങ്ങളിലും 10% എഥനോൾ, നമ്മുടെ ഇപ്പോഴും 10% ഉണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ 85% വരെ എഥനോൾ ഉപയോഗിക്കുന്നുണ്ട് എന്നും ഞാൻ കണ്ടു. ഇന്ത്യയിൽ ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. യൂറോപ്പിലെ രാജ്യങ്ങൾ ഫ്രാൻസ്, ജർമ്മനി, സ്വീഡൻ, ഫിൻലാൻഡ്, പോളണ്ട് ഈ എഥനോളിൻ്റെ പല വേർഷൻ കലർന്ന പെട്രോൾ സാധാരണമാണ്. ചൈന വലിയ തോതിൽ എഥനോൾ കലർത്തൽ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. തായ്ലൻഡ്, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, വിയറ്റ്നാം, അങ്ങനെ പല രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ദക്ഷിണാഫ്രിക്ക, പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒരു പോളിസി ചേഞ്ച് എന്ന നിലയ്ക്ക് ഇത് പൂർണ്ണമായിട്ട് നിഷേധിക്കാവുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് വേണം മറുപടി പറയാൻ. പ്രധാനപ്പെട്ട കാര്യം പക്ഷേ നമ്മുടെ വാഹനങ്ങൾ ഇത്രയും കാലം ഈ എഥനോൾ ഇല്ലാത്ത പെട്രോൾ ഉപയോഗിച്ചാണ് പോയത്. ഇപ്പം ഞാനും ഹർഷനൊക്കെ അടക്കം ആളുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന, നമ്മുടെ സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന, നമ്മളെപ്പോലുള്ള ആളുകളെല്ലാം ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കകത്ത് ഇത് വന്നാൽ പ്രശ്നമാകും. അങ്ങനെ ഒരു പോളിസി ചേഞ്ചിന് വേണ്ട ഒരു മുന്നൊരുക്കം നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. അതിലാണ് നമ്മുടെ പ്രശ്നം. ഇപ്പോൾ പണ്ട് നോട്ട് നിരോധനമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പോളിസി ചേഞ്ച് വരികയാണെങ്കിൽ അതിന് വേണ്ടി പൊതുജനങ്ങളെ അവരുടെ കുറേ കാലമായിട്ടുള്ള സ്വത്ത് വകകളെ ബുദ്ധിമുട്ടിലാക്കാതെ വേണം അത് നടപ്പാക്കാൻ എന്നൊരു ജാഗ്രത കേന്ദ്ര സർക്കാർ കാണിക്കേണ്ടതല്ലേ എന്ന ചോദ്യം വരുമ്പോൾ അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ളത്. ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത് ഭക്ഷ്യവസ്തുക്കൾക്ക് ഇത് എങ്ങനെ ബാധിക്കും. ഇപ്പോൾ കരിമ്പ് ഒക്കെ ഇതിന് പല സംഗതികൾ വേണമല്ലോ. അത് ഈ നമ്മുടെ ഭക്ഷ്യോൽപ്പന്നങ്ങളായിട്ട് മനുഷ്യർക്ക് കഴിക്കാൻ വേണ്ട സംഗതികളെ ഇത്തരം കച്ചവടത്തിലേക്കും ഇത്തരം വലിയ മെഗാ ചെലവിലേക്കും ഒക്കെ കാര്യങ്ങൾ കൊണ്ടുപോകുമോ എന്ന ആശങ്ക റിയലായിട്ടൊരു ഭാഗത്തുണ്ട്. 2020 കെട്ടിക്കിടക്കുന്ന അരി ഈ പറയുന്ന എഥനോളും മറ്റ് സംഗതികളൊക്കെ ആക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ ഒരു നീക്കം നടത്തിയിരുന്നു. അന്ന് ഇടതുപക്ഷ കക്ഷികളും കോൺഗ്രസും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റ് പ്രധാനപ്പെട്ട ബുദ്ധിജീവികൾക്ക് അതിനെ വലിയ തോതിൽ എതിർത്തു. നമ്മളിപ്പോൾ സെർച്ച് ചെയ്താൽ പോലും ഗൂഗിളിൽ അവരുടെ എതിർപ്പ് കാണാം. അവർ പറഞ്ഞതെന്താ വെച്ചാൽ ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ കെട്ടിക്കിടക്കുന്ന അരി യഥാർത്ഥത്തിൽ ഇങ്ങനെ മോശമായി പോകാതെ അത് പാവപ്പെട്ട മനുഷ്യർക്ക് വിതരണം ചെയ്താൽ മതി. ഭക്ഷണം കഴിക്കാതെ എത്രയോ മനുഷ്യരിവിടെയുണ്ട്. ആ ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് പകരം അതെടുത്തിട്ട് എഥനോൾ ഉണ്ടാക്കിയേക്കാം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മുൻഗണനാക്രമത്തിലെ വളരെ കാര്യമായിട്ടുള്ള ഫ്ലോ ആണ്, കുഴപ്പമാണ്. അതങ്ങനെ ചെയ്യരുത് എന്ന് അതിശക്തമായിട്ട് എഴുതപ്പെട്ട രേഖകളിലൂടെ പ്രധാനമായിട്ടും ഇടത് പാർട്ടികളാണ് അവർ നിഷേധിച്ചതും എതിർത്തതും നമ്മൾ അവിടെ കാണാം. അപ്പോൾ ഇത് സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് വാഹനങ്ങൾ ഓടിക്കാനും പിന്നെ നമ്മുടെ രാജ്യത്തിന് പുറത്തുനിന്ന് പെട്രോൾ കൊണ്ടുവരുന്നതിലെ ചെലവൊഴിവാക്കാനുമായിട്ട് നമ്മുടെ യഥാർത്ഥത്തിൽ ഭക്ഷ്യവസ്തുക്കൾ തന്നെ ആവശ്യമായിരിക്കുന്ന ജനങ്ങൾ പട്ടിണി കിടക്കെ ഉപയോഗിക്കുന്നത് ശരിയായിരിക്കുമോ എന്ന് ചോദ്യം ചോദിച്ചാൽ ഒരുപക്ഷെ ആളുകൾ പരിഹസിക്കുമായിരിക്കും. ഇതാണോ ഇപ്പോൾ ചോദിക്കേണ്ടത് എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ റിയൽ ക്വസ്റ്റ്യനാണ്. ആ റിയൽ ക്വസ്റ്റ്യൻ എല്ലായിടത്തും കാണാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ പ്രധാനമായിട്ടും ആളുകൾ അത് ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായും അതിൽ കൂടുതലൊന്നും വേറെ പറയാനില്ല. അതിൽ ഒരു കാര്യം, ഇത് 2030 നടപ്പാക്കാൻ ആലോചിച്ച പദ്ധതിയെ 2025 നീക്കിവെച്ചു എന്നുള്ളതാണ്, ഇങ്ങോട്ടടുപ്പിച്ചു എന്നുള്ളതാണ് ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ കമ്പനികൾ അതിൻ്റെയൊന്നും ഇതൊക്കെ ചില ആരോപണങ്ങളായി ചില മാധ്യമങ്ങളും ചില ഈ മാർക്കറ്റ് നിരീക്ഷകരും ഒക്കെ പറയുന്നതാണ്. ഇപ്പോൾ നിതിൻ ഗഡ്കരിയുടെ മകൻ്റെ കമ്പനിക്ക് ഒരൊറ്റ വർഷം കൊണ്ട് എത്രയോ മടങ്ങ് അധികം ലാഭമുണ്ടാക്കാൻ കഴിയുന്നു, ആ നിലയ്ക്കുള്ള മാറ്റം ഉണ്ടാകുന്നു എന്നതൊക്കെ ആരോപണമായി വരുന്നത്. അത് മറ്റൊരു ഭാഗമാണ്. അതിനപ്പുറത്ത് ജനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഈ 2023 മുമ്പുള്ള വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം തന്നെയാണ്. പ്രകൃതി സംരക്ഷണം, സാമ്പത്തിക ലാഭം തുടങ്ങിയ കാര്യങ്ങളാണ് പെട്രോളിൽ 20% എഥനോളിൽ കൂട്ടിച്ചേർക്കുന്നതിനുള്ള കാരണമായി കേന്ദ്ര സർക്കാർ പറയുന്നത്. പക്ഷേ രാജ്യത്തെ വലിയ ശതമാനം വാഹന ഉപഭോക്താക്കളുടെ ആശങ്ക പരിഹരിക്കപ്പെടുന്നില്ല എന്നതാണ് വസ്തുത. ബ്ലെൻഡിംഗ് നയം പ്രാവർത്തികമാക്കുന്നത് മൂലം ഉണ്ടാകുന്ന സാമ്പത്തിക ലാഭം യഥാർത്ഥത്തിൽ വാഹന ഉപഭോക്താക്കൾക്ക് നേരിട്ട് ലഭിക്കേണ്ടേ എന്ന ചോദ്യത്തിനും കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല. ചുരുക്കത്തിൽ 3 വർഷം മുൻപ് വരെ ലോൺ എടുത്തും EMI അടച്ചും കാർ വാങ്ങിയവർ ഇപ്പോൾ തീ തിന്നേണ്ട ഒരവസ്ഥയുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇനി അടുത്ത വിഷയത്തിലേക്ക്.